നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? അതെ. നിങ്ങൾക്കകത്ത് കയറേണ്ട സമയമായി. കൊല്ലേണ്ടവൻ അവളെ അണിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ സാർ? ഉണ്ട്. ഇനി നിങ്ങളുടെ ഭാഗത്തൊന്നും വീഴ്ച വരരുത്. ഓക്കെ സാർ. ഓക്കെ. എനിക്കെങ്ങനെ സ്വർണത്തിനോട് വലിയ ഭ്രമമൊന്നുമില്ല. ചെറിയച്ഛൻ എനിക്ക് വേണ്ടി ഇത് കണ്ടെത്തിയത് സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷെ എനിക്കിത് ഇട്ടുകൊണ്ട് നടക്കാൻ വയ്യ. ഇത് വേണമെങ്കിൽ ഗൗതമിന് കൊടുത്തേക്ക്. ഗൗതമിന് കൊടുക്കാനാണെങ്കിൽ ഞാൻ വേറെ വാങ്ങിച്ചു കൊടുക്കുമല്ലോ. ഞാൻ നിഷേധിച്ചാലും ചെറിയച്ഛനൊന്നും തോന്നരുത്. ഏയ്, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ ആദർശങ്ങളില്ലേ. പോട്ടെ, എന്റെ ഒരു കണക്കുകൂട്ടൽ തെറ്റിപ്പോയി. അല്ലെങ്കിലും ഈ മക്കളുടെ കാര്യത്തിൽ അച്ഛനമ്മമാർക്ക് എപ്പോഴും അങ്ങനെയാ. വഴിയരികിലെ കടയിൽ ഒരു നല്ല കളിപ്പാട്ടം കണ്ടിട്ട് അച്ഛനമ്മമാര് താല്പര്യപൂർവ്വം അത് വാങ്ങിച്ചുകൊണ്ടുവരും. ഇപ്പോഴത്തെ പിള്ളേരുടെ കയ്യിൽ കൊണ്ടുവരുമ്പോ അതൊരൊറ്റ ഏറായിരിക്കും. അതാണല്ലോ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത്. ചെറിയച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഏയ്, ഒന്നുമില്ല. ഞാനിത് വാങ്ങിക്കുമ്പോ എന്റെ കൂടെ 4-5 പേരുണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു വരുണിന് ഇത് വളരെ ഇഷ്ടമാകുമെന്ന്. ഇവിടെ വന്നപ്പോ ഉർവശി എന്നോട് ചോദിച്ചു വരുണിന് ഇത് ഇഷ്ടമാകുമെന്ന്. പൂവെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. അതാ ഞാൻ നേരത്തെ പറഞ്ഞ കളിപ്പാട്ടത്തിന്റെ കാര്യം. പോട്ടെ മോനെ, കുഴപ്പമില്ല. ചെറിയച്ഛ, അതിന് നന്നേക്കും. വേണ്ട മോനെ. ചെറിയച്ഛ, എനിക്കാണ് അബദ്ധം പറ്റിയത്. ചെറിയച്ഛൻ ഇത്രയും ആഗ്രഹിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നൊരു സാധനം ഞാൻ നിഷേധിക്കാൻ പാടില്ലായിരുന്നു. ചെറിയച്ഛ, സോറി. ഒരു കാര്യം ചെയ്യും, ചെറിയച്ഛൻ തന്നെ എന്റെ കയ്യിലിട്ടോളൂ. കൊള്ളാം, നന്നായിട്ട് ചേരുന്നുണ്ട്. കാര്യമൊക്കെ കൊള്ളാം. ഇന്നത്തെ ഒരു ദിവസം ചെറിയച്ഛൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാനിത് കയ്യിലിടും. നാളെ ഞാനിത് ഊരി വയ്ക്കുകയും ചെയ്യേ. അതിൽ എന്നോട് പരാതി ഒന്നും തോന്നരുത്. മതി, ഇന്നത്തെ ഒറ്റ ദിവസം മതി. ചെറിയച്ഛൻ അതേ ആഗ്രഹിക്കുന്നുള്ളൂ. മോൻ കിടക്കുന്നില്ലേ? ഇല്ല ചെറിയച്ഛ, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കാൻ പോവാം. ശരി മോനെ, ഗുഡ് നൈറ്റ്. ഹലോ സാർ. കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? അതെ. നിങ്ങൾക്കകത്ത് കയറേണ്ട സമയമായി. കൊല്ലേണ്ടവൻ അവളെ അണിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ സാർ? ഉണ്ട്. ഇനി നിങ്ങളുടെ ഭാഗത്തൊന്നും വീഴ്ച വരരുത്. ഓക്കെ സാർ. ഓക്കെ.
ദേവനാരായണൻ തിരുമേനിയുടെ മകളുടെ സത്യം ചെയ്യല. ഈ ഇരിക്കുന്ന എന്റെ ഏട്ടൻ 2 കാലിൽ എണ്ണീറ്റ് നടക്കുന്നത് വരെ ഇനി ഞാൻ പച്ച വെള്ളം കുടിക്കില്ല. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ നിരാഹാരിക്കാൻ പോവാ. ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് തരാതെ അച്ഛനത് ഇവനാണോ സമ്മാനിച്ചത്? ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയേ പറ്റൂ. അച്ഛനീ വള ഏട്ടനാ തന്നതല്ലേ? അച്ഛൻ ഈ വള ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. അച്ഛനല്ലെങ്കിലും എന്നേക്കാൾ പ്രിയം ഏട്ടനോടാണല്ലോ. ആര് പറഞ്ഞു? അതൊക്കെ എനിക്കറിയാം. എനിക്ക് വരുണിൻ്റെ അത്രയും കഴിവുകളില്ലല്ലോ. എനിക്കതിൽ പരാതിയുമില്ല. നീ എന്തൊക്കെയാടേ പറയുന്നത്? എടാ, എനിക്കിത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. കുറച്ചു നേരമെങ്കിലും ഒന്ന് കയ്യിലിടാൻ വേണ്ടി ചെറിയ നിർബന്ധിച്ചു. അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടു, അത്രേ ഉള്ളൂ. എനിക്കിത് വേണം. വേണ്ട, അച്ഛനത് ചിലപ്പോ ഇഷ്ടാവില്ല. എന്റെ ചെറിയച്ചനോട് ഞാൻ പറഞ്ഞോളാം. എനിക്കിത് തീരെ ഇഷ്ടമല്ല. നിനക്കാണെങ്കിൽ ഇത് നന്നായിട്ട് ചെയ്യുന്നുമുണ്ട്. സോ ഇത് നിനക്ക് തന്നെ. താങ്ക്സ് ഏട്ടാ. പിന്നെ ഞാനിത് ചോദിച്ചു വാങ്ങിയതാണെന്ന് അച്ഛനോട് പറഞ്ഞേക്കല്ലേ? എടാ, നിനക്ക് അർഹതയുള്ളത് നിനക്ക് തന്നെ കിട്ടും. ഓക്കെ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.